ഗായ്സ്, നിങ്ങൾക്കിത് എന്താണ് ഞങ്ങൾ ഈ നട്ട പാതിരാത്രിക്ക് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? അത് നിങ്ങൾ കണ്ടോ ഇവിടെ? അതായത് ഇവിടെ നമുക്ക് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അല്ല, എൻ്റെ ഹെഡ്സെറ്റ് ആക്ച്വലി കേടായി. അപ്പോൾ ഈ ഹെഡ്സെറ്റ് കേടായപ്പോൾ എന്നാൽ പുതിയ ഹെഡ്സെറ്റ് വാങ്ങിക്കാം എന്ന ആശയമായി ഞാൻ പെട്ടെന്ന് ഹെഡ്സെറ്റ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതിൽ എക്സ്പ്രസ് ഡെലിവറി എന്ന് കാണിച്ചു. സാധാരണ എക്സ്പ്രസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിലൊക്കെ വരത്തുള്ളൂ. അപ്പം ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഇരുന്നിട്ട് എക്സ്പ്രസ് ഡെലിവറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഉടനെ കാണിക്കുകയാണ് 10 മിനിറ്റിനുള്ളിൽ സാധനം വരുമെന്ന്. ഇപ്പോൾ സമയം എന്താണെന്നറിയാമോ? നട്ടപ്പാതിരാത്രിയായി ഗായ്സ്, 9 മണി കഴിഞ്ഞിരിക്കുകയാണ്, 9:15 ആയി. ഇനി ഇവിടെ എല്ലാവരും ഇത് ഗേറ്റൊക്കെ അടച്ചു കൊണ്ടോ. ഇനി എങ്ങനെ സാധനം മേടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഇവിടെ കുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. എന്നാലും ഇപ്പോൾ ഓർഡർ ചെയ്ത 10 മിനിറ്റിനുള്ളിൽ സാധനം വരുമെന്ന് എനിക്കറിയത്തില്ല. ഫ്ലിപ്കാർട്ടിൽ 10 മിനിറ്റ് അല്ല 15 മിനിറ്റിൽ മറ്റേ ഡെലിവറി കാണിച്ചിരുന്നു. പക്ഷേ ഞാൻ അത് മാറ്റിയിട്ട് സാധാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലാതെയാണ് എടുത്തത്. പിന്നെ എങ്ങനെ ഇത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇനി എങ്ങനെ ഇത് ഡെലിവറി ആക്കുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഡെലിവറി തന്നെ നോക്കി ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഒരു കൂനം പട്ടികളും ഞങ്ങളും. എന്തോരം പട്ടികളെന്നറിയുമ്പോൾ ഇവിടെ രാത്രിയിൽ നോക്കൂ. 12 പട്ടികളുണ്ട്. അവൾ എണ്ണി വെച്ചിട്ടുണ്ട് 12 പട്ടികൾ. നമ്മൾ പട്ടിയെ എണ്ണുകയായിരുന്നു ഗൈസ്. ഇനി ഇവിടെ എന്താ നടക്കണമെന്ന് അറിയുമ്പോൾ എന്താ ശബ്ദമൊക്കെ കേൾക്കണേ. പേടിയൊന്നുമില്ല, ചെറിയ ഭയം. പിന്നെ ഇവരൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളിട്ടിട്ട് പോകുമെന്നാണ് അടുത്ത ഭയം. ദൈവമേ, ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കും നട്ടപ്പാതിരാത്രിക്ക് ഞാൻ. കുത്തി ഇങ്ങനെ ഇരിക്കുക, വരുമായിരിക്കും. പേടിച്ച് വിറച്ച് രാത്രി കുത്തിയിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ? പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്തൊക്കെ മാംസൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്. അതാണ് സമാധാനം. അങ്ങനെ കിട്ടി, പറയണ്ട ഗൈസ്. അങ്ങനെ ഫൈനലി ഐ ഗോട്ട് ഇറ്റ് ദിസ്. സോ ഹാപ്പി. ഗൈസ്, ഇതാണ് എൻ്റെ സാധനം. കിട്ടിയിട്ടുണ്ട്. കണ്ടോ. സോ ഹാപ്പി.